നെടുമങ്ങാട് വലിയ മലയിൽ ആളുമാറി വെട്ടിയ കേസിൽ പ്രതികൾ കസ്റ്റഡിയിലെന്ന സൂചന. KSRTC താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 4 പേർ പിടിയിലെന്നാണ് സൂചന. ജിബിൻ JB കൂടുതൽ വിവരങ്ങൾ നൽകും. ജിബിൻ, ടാപ്പിംഗ് തൊഴിലാളിയെ ഇന്ന് രാവിലെയായിരുന്നു ഒരു സംഭവം. ടാപ്പിംഗ് തൊഴിലാളിയെ ആളുമാറി വെട്ടുകയായിരുന്നു. ഇപ്പോൾ ഈ പിടിയിലായി എന്ന് സൂചന ലഭിക്കുന്ന പ്രതികളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് ഈ നെടുമങ്ങാട് വലിയമല കരിങ്ക സ്വദേശിയായിട്ടുള്ള തുളസീധരൻ നായരെ 4 അംഗ അക്രമ സംഘം വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഇദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ 5 മണിയോട് കൂടി ഈ സെന്റ് തോമസ് പള്ളിക്ക് സമീപത്തുള്ള പുരയിടത്തിലെത്തി ടാപ്പിംഗ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് 4 അംഗ സംഘം എത്തി സന്തോഷല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തുളസീധരൻ നായരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇതിൽ ഈ സന്തോഷ് എന്ന് പറയുന്നത് തുളസീധരൻ നായരുടെ അയൽവക്കത്ത് താമസിക്കുന്നയാളാണ്. ഇദ്ദേഹമാണ് ഓടിയെത്തി തുളസീധരൻ നായരെ ആശുപത്രിയിലൊക്കെ എത്തിക്കുകയും ചെയ്തത്. തുടർന്ന് സംശയം തോന്നിയ പോലീസാണ് ഈ തുളസീധരൻ നായരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന ആളോട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള 4 പേരെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 4 പേരാണ് ഈ കസ്റ്റഡിയിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ വലിയമല പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. KSRTC താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ളത്. ഇതിൽ 2 പേരെ തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റുള്ളവരെ നെടുമങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവറും കപ്പിയരുമായ സന്തോഷിന്റെ അളിയനാണ് ഈ വെട്ടാനുള്ള കൊട്ടേഷൻ നൽകിയതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ സന്തോഷിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ഇത്തരത്തിലൊരു മൊഴി കിട്ടിയത്. കാരണം സന്തോഷിനോട് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളുണ്ട്, അത് സ്വന്തം ബന്ധുവാണ്, അളിയനാണ് എന്ന തരത്തിലുള്ള ഒരു മൊഴി സന്തോഷ് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടുകൂടിയാണ് പോലീസിന് നൽകിയത്. ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. എന്തായാലും ഈ സന്തോഷുമായിട്ടുള്ള കുടുംബ പ്രശ്നമാണ് ഇതിനൊക്കെ പിന്നിലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്തോഷാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള തുളസീധരൻ നായരെ ഇവർ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ശരി ജിബിൻ, എന്തായാലും 4 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.